ഹലോ, ഒരുപാട് ചമ്മന്തികൾ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു ചമ്മന്തി നോക്കാം. ഇതാണെങ്കിൽ ഹെയറിനും പിന്നെ ഹെൽത്തിനും അത്യാവശ്യമായിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു 10-12 ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി, പിന്നെ ആവശ്യത്തിലേറെ കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരെണ്ണം മതി കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മളെടുത്ത് റെഡിയാക്കിയതിന് ശേഷം ഒരു പാന് ചൂടാക്കാൻ വയ്ക്കുക. പാന് ചൂടാക്കുമ്പോൾ അതിൽ എണ്ണയോ കടുകോ ഒന്നും ഇടണ്ട, ഒരു സാധനവും വേണ്ട. പാൻ ചൂടായ ഉടനെ നമ്മൾ എന്താ പറയുക, കറിവേപ്പില പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ, അതായത് നിങ്ങൾ ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കേണ്ട, ചെറിയ തീയിൽ ഇതിൻ്റെ വെള്ളം പോയിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയം വരെ നമ്മൾ പയ്യെ ഇളക്കി 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 വറുത്തെടുക്കുക. അപ്പോൾ ഇതിൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് എങ്ങനെ അതായത് കറക്റ്റ് പരുവായെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരില എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് പൊടിയുന്നുണ്ടാവും കയ്യിൽ വെക്കുമ്പോൾ. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ ഇത് പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, കൂടുതലും തന്നെ കറിവേപ്പിലുള്ളതുകൊണ്ട് തേങ്ങ ഒരു അരമുറി എടുത്തിട്ടുള്ളൂ. അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം കാണിച്ച ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളകും ഒക്കെ കൂടി വഴറ്റിയെടുക്കുക. വഴറ്റിയിട്ട് വഴറ്റുമ്പോൾ ഇതിലോട്ട് ഒരു കുഞ്ഞൊരു നുള്ള് വേണമെങ്കിൽ നമുക്കൊരു പുളിയുടെ കുഞ്ഞി കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് വഴറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം തേങ്ങ എടുത്ത് വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലോട്ട് ഇതും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് കറിവേപ്പില വറുത്തെടുത്തതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അരഞ്ഞങ്ങ് കുഴയണ്ട. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാലോ ചമ്മന്തിക്ക് എങ്ങനെ അരയ്ക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, അപ്പം തന്നെ ചമ്മന്തി ആയിട്ടുണ്ടാവും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇത്. ഇത് മാത്രം മതി ചോറ് തിന്നാനായിട്ട്. എത്ര ചോറ് വേണമെങ്കിലും തിന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കറിവേപ്പിലയുടെ മണം അടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത്, ഹെയർ കൊഴിഞ്ഞു പോകുന്നവർക്കൊക്കെ, ഹെയർ കെയർ നോക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ ഓരോ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.